റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേടാണ് മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ കണ്ടെത്തിയത്. 42 ഗുണഭോക്താക്കളുടെ പട്ടികയിലെ 38 പേരും അനർഹരാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ BMW കാർ ഉടമകളും സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവരും ഉൾപ്പെടുന്നു. എന്നാൽ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും ക്രമക്കേടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ പറഞ്ഞു. തട്ടിപ്പിൽ ധനമന്ത്രി KN ബാലഗോപാൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. അതിനിടെ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ വകുപ്പുകളുടെ ഗുരുതര അനാസ്ഥയും പുറത്തുവരികയാണ്. അർഹരെ കണ്ടെത്താനുള്ള പരിശോധന കഴിഞ്ഞ 20 വർഷമായി നടക്കുന്നില്ലെന്നാണ് വിവരം. 56 സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കളും 6 വിധവാ പെൻഷനും 1 വികലാംഗ പെൻഷനെയാണ് അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത്. 2022 കൂടി 28ഓളം പെൻഷനുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ലിസ്റ്റ് വരും. അതിൽ എത്ര പേര് ഇനിയും പെൻഷൻ വാങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും അവർ പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും. അതിനുള്ള തുടർ നടപടി സ്വീകരിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ക്രമക്കേട് നമ്മൾ പരിശോധിക്കും, തുടർ നടപടി സ്വീകരിക്കും. ഈ 62 ആളുടെ മാത്രമല്ല, 63 ആളുടെ മാത്രമല്ല, 32 വാർഡുകളിലും നമ്മൾ വീണ്ടും പരിശോധന നടത്തി അനർഹരുണ്ടെങ്കിൽ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കും. TV പ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി. TV പ്രസാദ്, മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ അനർഹരുടെ പട്ടിക സംബന്ധിച്ചാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം പുറത്തുവരുന്ന വലിയ കണക്കുകൾ ഏതൊക്കെയാണ്? സുജയ, ഇനിയിപ്പോൾ ഈ പരിശോധന വ്യാപകമാക്കും എന്നൊരു വിവരം തന്നെയാണ് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വ്യാപകമാക്കുന്നതോടുകൂടി അത് കോട്ടയ്ക്കൽ നഗരസഭ പോലെ പലയിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ വ്യാപ്തി യഥാർത്ഥത്തിൽ മനസ്സിലാവുക. നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഒരൊറ്റ വാർഡിലെ കണക്കാണ് പുറത്തു വന്നത്. 42 പേരിൽ 38 പേരും അനർഹരാണ് എന്നുള്ളത്. സുജയ നേരത്തെ പറഞ്ഞതുപോലെ BMW കാർ ഉള്ളവർ പെൻഷൻ വാങ്ങിക്കുന്നു. AC ഉൾപ്പെടെ എല്ലാ സുഖസൗകര്യങ്ങളോടെയും ഉള്ള വലിയ വീടുകളിൽ താമസിക്കുന്നവർ പെൻഷൻ വാങ്ങിക്കുന്നു. അതുപോലെ വിദേശത്ത് മക്കളോടൊപ്പം താമസിക്കുന്നവർ പെൻഷൻ വാങ്ങിക്കുന്നു. ചുരുക്കത്തിൽ ഇതിന് ഒരു അർഹതയുമില്ലാത്തവരുടെ കയ്യിലേക്ക് വ്യാപകമായി പണം എത്തുന്നു എന്നുള്ളിടത്താണ്. എന്തായാലും നടപടി തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. സർക്കാർ ശക്തമായ നടപടികളിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു. മാത്രമല്ല, പെൻഷന് ഇവർ അർഹരാണോ എന്ന് പരിശോധിച്ച ഉദ്യോഗസ്ഥർ, അതുപോലെ ഇവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്ത റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാ വിഭാഗത്തിലും പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശവും ധനകാര്യ വകുപ്പിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് തന്നെ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കോട്ടയ്ക്കൽ നഗരസഭ കൂടാതെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ പരിശോധന പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്ന 64 ലക്ഷം പേരിൽ എത്ര അനർഹരെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് പ്രധാനമാണ്. അത് വലിയൊരളവ് വരെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ചെറിയ ആശ്വാസമാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം സുജിയ, നമ്മുടെ 1458 സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ തട്ടിപ്പ് നടത്തിയവർ, അവരെ ഈ സർക്കാർ മറന്നുപോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് ആ വാർത്തയുടെ ആംഗിൾ പതിയെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റുള്ളവരിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം ഈ 2 ദിവസം പിന്നിടുമ്പോഴും ആ ഉദ്യോഗസ്ഥരുടെ പേര് ഇതുവരെയും പുറത്തു വന്നില്ല എന്നുള്ളതാണ്. ഇതിൽ 2 ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്, ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പല ഡിപ്പാർട്ട്മെന്റിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും ക്ലർക്കുമാരും തുടങ്ങി നിരവധി പേരുണ്ട്. അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന വിവരം ഈ സംഭവം പുറത്തു വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും വന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ പേര് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. പ്രമുഖമായ ഈ പറയുന്ന സർവീസ് അതിലാണ് ഇനി അറിയേണ്ടത്. കൂട്ടത്തോടെ പട്ടികയിൽ കയറിപ്പറ്റിയ സർക്കാർ സർവീസിൽ തന്നെയുള്ള അനർഹരായ ആളുകൾ, ഒപ്പം അല്ലാത്ത ആളുകൾ. 20 വർഷമായി പരിശോധന നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന് മാത്രമല്ല എന്നതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും.